ഒറ്റ മിനിറ്റ് കൊണ്ട് ഒരു 10 ചേർത്തെഴുതിയ രൂപങ്ങൾ പഠിച്ചാലോ? ഉത് അധികം ഘാടനം എന്താണ്? ഉത് അധികം ഘാടനമാണ് ഉദ്ഘാടനം. ഉദ്ഘാടനം. അങ്ങനെയാണെങ്കിൽ ഉത് അധികം ജ്വലം എന്താണ്? ഉത് അധികം ജ്വലമാണ് ഉജ്ജ്വലം. എന്താണ്? ഉജ്ജ്വലം. അങ്ങനെയാണെങ്കിൽ ഉത് അധികം നമ്രം എന്താണ്? ഉത് അധികം നമ്രമാണ് ഉന്നമ്രം. ഉന്നമ്രം. അങ്ങനെയാണെങ്കിൽ ഉത് അധികം ലംഘനം എന്താണ്? അതാണ് ഉല്ലംഘനം. എന്താണ്? ഉല്ലംഘനം. ഉത് അധികം ലംഘനമാണ് ഉല്ലംഘനം. അങ്ങനെയാണെങ്കിൽ ഉത് അധികം മുഖം എന്താണ്? അതാണ് ഉന്മുഖം. ഉന്മുഖം. ഉത് അധികം മുഖമാണ് ഉന്മുഖം. അങ്ങനെയാണെങ്കിൽ ഉത് അധികം മേഷം എന്താണ്? അതാണ് ഉന്മേഷം. ഉന്മേഷം. ഉത് അധികം മേഷമാണ് ഉന്മേഷം. അങ്ങനെയാണെങ്കിൽ ഉത് അധികം ഘോഷം എന്താണ്? ഉത് അധികം ഘോഷമാണ് ഉദ്ഘോഷം. ഉദ്ഘോഷം. അങ്ങനെയാണെങ്കിൽ ഉത് അധികം സ്ഥാനം എന്താണ്? അതാണ് ഉത്ഥാനം. ഉത്ഥാനം. അങ്ങനെയാണെങ്കിൽ ഉത് അധികം ശിഷ്ടം എന്താണ്? ഉത് അധികം ശിഷ്ടമാണ് ഉച്ഛിഷ്ടം. ഉച്ഛിഷ്ടം. എന്താണ്? ഉച്ഛിഷ്ടം. അപ്പോ ഉത് അധികം ഘാടനം ഉദ്ഘാടനം, ഉത് അധികം ജ്വലം ഉജ്ജ്വലം, ഉത് അധികം നമ്രം ഉന്നമ്രം, ഉത് അധികം ലംഘനം ഉല്ലംഘനം, ഉത് അധികം മുഖം ഉന്മുഖം, ഉത് അധികം മേഷം ഉന്മേഷം, ഉത് അധികം ഘോഷം ഉദ്ഘോഷം, ഉത് അധികം സ്ഥാനം ഉത്ഥാനം, ഉത് അധികം ശിഷ്ടം ഉച്ഛിഷ്ടം. അങ്ങനെയാണെങ്കിൽ ഉച്ഛ്വാസം എന്ന പദം പിരിച്ചെഴുതിയാൽ ഏത് രൂപത്തിലായിരിക്കും കിട്ടുക? താഴെ കമന്റ് ചെയ്യാം.